Whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove. ഞാൻ ഒരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം ഹായ് നമസ്കാരം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മോഹൻലാലിൻ്റെ മകൾ അഭിനയിച്ച തുടക്കം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊമോഷനാണ് ഇപ്പോൾ പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് ഒരുപാട് ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആദ്യം മുതൽ തന്നെ. അപ്പോൾ ലാലേട്ടൻ്റെ കുടുംബം മൊത്തത്തിലാണ് ആ ഒരു ഇൻ്റർവ്യൂസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം പ്രൊമോഷനൊക്കെ ആയിട്ട് കുറച്ച് സ്റ്റേജിലൊക്കെ കുറേ പ്രോഗ്രാംസുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനിടയിൽ വന്നിട്ടേ ഓരോരുത്തരുടെ കമൻറ്റുകൾ നമ്മൾ വായിക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. എല്ലാം ഫേക്ക് ഐഡിയകളാണ്, ഒന്നിനും ഒരു മുഖമൊന്നുമില്ല, വായിൽ തോന്നുന്നത് കൊതയ്ക്കപ്പെട്ടെന്നുള്ള രീതിയിൽ അങ്ങ് എഴുതി വിടുവാണ്. സത്യം പറഞ്ഞാൽ ഇതിന് സ്വന്തമായിട്ടൊരു മുഖഛായ പോലും ഇല്ല, എന്നിട്ടും മറ്റുള്ളവർ എന്തൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കാണിച്ചു കൂട്ടുന്നത്. അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ കണ്ടു കേട്ടോ. ആ ഒരു വീഡിയോയുടെ അടിയിൽ വന്ന് കമൻസുകൾ നിങ്ങൾ നോക്കണം. ഭയങ്കര സങ്കടം തോന്നും. കാരണം മോഹൻലാലിൻ്റെ മകളെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയായിരിക്കും. വിസ്മയ ഇവിടെ അല്ല പഠിച്ചത്, കേരളത്തിലൊന്നും അല്ല, പുറത്തൊക്കെയാണ് നിന്ന് പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മലയാളം കുറച്ച് പറയും, അല്പം മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ആൾക്ക് മോഹൻലാലിൻ്റെ അത്ര ഒരു മലയാളമൊന്നും അറിയത്തില്ല, എന്നിരുന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലും മനസ്സിലാക്കാണ്ട് കുറേ ഫേക്ക് അമ്മമാരായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആരെന്തിട്ടാലും അതിൻ്റെ അടിയിൽ വന്നിട്ട് കുറേ ആൾക്കാരുണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ അതങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞിട്ട് കമൻസ് ഇട്ട് വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. കാരണം അതേ മോഹൻലാലിൻ്റെ മക്കളെ കുറിച്ചിട്ട് അറിയാമെങ്കിൽ മനസ്സിലാവും. കാരണം പ്രണവാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂസിനോ അല്ലാണ്ട് ഈ ഫേസ് കൊടുത്ത മീഡിയക്കാരുടെ മുന്നിൽ നിൽക്കാനോ നിന്നിട്ടില്ല. ആൾക്കൊരു ധൈര്യക്കുറവ് പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെയാണ് വിസ്മയും. കാരണം ഇത്രയും ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കുമ്പോഴത്തേക്ക് ആൾക്കൊരു എക്സൈറ്റ്മെൻറ്റ് കാണും. അയ്യോ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അതിനെക്കുറിച്ചിട്ട് പോലും കുറേ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ് കേട്ടോ. ദിവസങ്ങൾക്ക് മുന്നെയാണ് CJP സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെയാണ് ഈ ഒരു വിസ്മയ മോഹൻലാലിനെതിരെ ഭയങ്കരമായിട്ടുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കും സൈബർ അറ്റാക്കും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മേജർ രവി പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. പെൺകുട്ടിയെ കുട്ടിക്കാലം തൊട്ട് ജനിച്ച അന്ന് മുതലൊക്കെ ഞാൻ കാണുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിയുടെ സ്വഭാവം എന്താണെന്നുള്ളത് എനിക്കറിയാം. ആ കുട്ടിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നോളജോ ഇതൊന്നുമില്ല. വളരെ ഹ്യൂമെയിൻ ആയിട്ടുള്ള, കുട്ടിക്കാലം മുതലൊക്കെ ഏതെങ്കിലും ഒരു അനിമൽ, ഒരു നാൽക്കാലി, ഒരു പട്ടി, സ്ട്രേ ഡോഗിനെ പോലും കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പിറകിൽ കരഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഒരു മായനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ രക്ഷിക്കുമെന്നും പറഞ്ഞുകൊണ്ട്, അതിനെ എടുത്തുകൊണ്ട് വരുമെന്നും പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ആയി നടന്നിട്ടുള്ള സംഭവം, ഈ കുട്ടി പഠിച്ചതും വളർന്നതെല്ലാം വിയറ്റ്നാമിലായിരുന്നു. അവിടെയുള്ള ഒരു സ്ട്രേ ഡോഗ്, ഒരു ഡോഗിനെ ഒരാൾ ആക്രമിക്കുന്നത് കണ്ടിട്ട് ആ കുട്ടി ആ ഡോഗിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് വഴി സംസാരിച്ച് പെർമിഷൻ എടുത്തുകൊണ്ടാണ് ആ ഡോഗിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവളുടെ വീട്ടിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ കുട്ടിയുടെ മനസ്സെന്ന് പറയുന്നത്. ആ കുട്ടി കണ്ടതാണ് ഒരു ബ്ലോക്കിനകത്ത് ഒരു കുട്ടീനെ അടിക്കുന്നു, അതിന്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനെ അങ്ങ് ഫുള്ള് കാക്രോച്ച് പാർട്ടിക്കുള്ള സപ്പോർട്ടായിട്ട് പറഞ്ഞുകൊണ്ട് ഇപ്പം പലരും എനിക്കും ഉണ്ട് നിങ്ങളുടെ ആളല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന മായ എന്ന് പറയുന്ന കുട്ടിക്ക് ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള സംഭവം ഞാനിപ്പോ ഈ പറഞ്ഞതാണ്. അപ്പം ആ ഒരു കുട്ടി ചെറിയ കുട്ടിയൊന്നുമല്ല, ആ കുട്ടിക്ക് നല്ല ബോധമുണ്ട്. പറയുന്ന നിലപാട് എന്താണ്, ആരെ സപ്പോർട്ട് ചെയ്യണം, ആരെ കുറിച്ചിട്ട് എന്ത് പറയണമെന്ന് നല്ല ബോധമുള്ള ഒരു പെൺകുട്ടി തന്നെയാണ്. അപ്പൊ പിന്നെ പറയുന്നത് കേൾക്കുമ്പോൾ ഇവർക്കൊക്കെ എന്താണ് ഇത്ര പൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്താണ് ആ ഒരു പെൺകുട്ടി അതിനെതിരെ ഒരു ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കറിയാം ഞാൻ എന്താ ഉദ്ദേശിച്ചത്, whatever, but and I know for myself, so if someone else misunderstands what I'm saying, that's their misunderstanding. I don't have to prove what I'm thinking or what I'm, no, it's like this, it's like that. I don't have to explain myself. If someone has a problem, they have a problem, and I can't do anything to fix that problem, and I don't have to. It's not on me to fix. എൻ്റെ നിലപാടിൽ എനിക്ക് ഇപ്പോഴും മാറ്റമില്ല. കാരണം ഞാൻ ആ ഒരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. എനിക്കതിലൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. അങ്ങനെയാണ്, ഓരോ ആൾക്കാർക്കും ഓരോ നിലപാടുണ്ട്. അപ്പോൾ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറയും. അത് സമൂഹത്തിലൊന്ന് പറയുന്നതിന് എന്താണ് ഇത്ര തെറ്റ്, അതിന് മറ്റേതാണ് മറിച്ചതാണ്, അത് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് ഇത് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. രാഷ്ട്രീയ നിരീക്ഷണ ബോധം നന്നായിട്ട് ഉള്ളൊരു വ്യക്തിയും കൂടി തന്നെ തന്നെ. അപ്പം പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയേണ്ട കാര്യമല്ലോ. ഞാൻ അത് കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് കണ്ടതാണെങ്കിൽ അത് വളർന്നില്ലേ, അത് വളർന്ന് അതിന് അഭിപ്രായ സ്വാതന്ത്ര്യം വന്നില്ലേ. അപ്പോൾ അതിന് എവിടെ എന്ത് സംസാരിക്കണമെന്ന് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് വരുന്നത്. അതിപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ ഇത് സോഷ്യൽ മീഡിയ പേടിച്ച് ജീവിക്കേണ്ട കാലമാണ്. പക്ഷെ അങ്ങനെ പേടിച്ച് നമുക്ക് ജീവിക്കാനാണെങ്കിൽ വരാതിരിക്കാനേ പറ്റുള്ളൂ.
ഉള്ളത് പറഞ്ഞാൽ ലാലേട്ടൻ പറയുന്നത് ശരിയാണ്. സോഷ്യൽ മീഡിയയെ പേടിച്ച് ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. സോഷ്യൽ മീഡിയ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം പറയാതിരിക്കാനും പറ്റില്ല. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. അവരത് പറയും, പറയേണ്ട കാര്യങ്ങൾ നിലപാടനുസരിച്ചിട്ട് പറയും. ഒന്നും പറയാതിരിക്കാനേ പറ്റും. ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാരാണ് അവർക്ക്. ഇപ്പോൾ പണ്ട് ഞാനൊരിക്കലും ആരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു പണ്ടും ഉണ്ടായിരുന്നില്ല, അന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇതിലൊന്നും വരില്ലായിരുന്നു. ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളെ അറിയാതെ പ്രാഗുമായിരുന്നു. അപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ പേടിക്കുന്ന കുറേ ഫേക്ക് ഐഡിയകളുണ്ട്. മുഖമൊന്നും ഇല്ലാണ്ട് വന്ന് ഏതെങ്കിലും വീഡിയോ കാണുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ വന്നിട്ട് കുറേ ഉണ്ട് ഇങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ. അതായത് നമ്മൾ പറയുന്ന കാര്യം വേറെ ആയിരിക്കും, പക്ഷെ അതിനെതിരെ വരുന്ന കമൻസുകൾ നമ്മൾ വിചാരിക്കാൻ പോലും പറ്റാത്ത കുറേ കമൻസുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുറേ മുഖമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കെതിരെയൊക്കെ സത്യം പറഞ്ഞ് നിയമ നടപടികൾ സ്വീകരിക്കേണ്ട സമയങ്ങൾ അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വേറൊരു തലത്തിൽ നിന്നുള്ള ഒരു ആൻസറാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൊരു ഒരു സന്തോഷമുള്ള ആൾക്കാരുണ്ട് അല്ലെ, ഒരു എക്സ്ട്രസ്, ഒരു പെപ്പപ്പ് കിട്ടുന്ന ആൾക്കാരുണ്ട്. അതങ്ങനെ ആൾക്കാരുണ്ട്. അവർ ലെറ്റ് ദം ബി ഹാപ്പി. അതാണ്, അല്ലാതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളന്ന് പിള്ളേരിനെ വളർത്തിയത് ശരിയാണ്. അവർക്ക് അതിൽ ഭയങ്കര അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു മനസ്സിനൊരു സുഖം കിട്ടും. അവർ ഹാപ്പിയാണ്. ഈ കമൻസുകൾ ഇടുന്ന കുറച്ച് ആൾക്കാർ ഇത് വളരെ മോശമായിട്ട്, അതായത് പറയുന്ന കാര്യങ്ങൾ വേറെ ആയിരിക്കും, പക്ഷേ കമൻസുകൾ വരുന്നത് വേറെ ആയിരിക്കും. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു കുട്ടി മൈക്ക് മേടിക്കാൻ പോയപ്പോഴത്തേക്ക് ലാലേട്ടൻ ഒരു ചോദ്യം അവരോട്, മീഡിയക്കാരോട് പറയുന്നുണ്ട്. അതെന്തായാലും കേൾക്കാം. ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷ ക്ലിയർ ആയിട്ട് അദ്ദേഹം കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഓരോ ആൾക്കാർ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ആ കുട്ടിക്ക് അധികം എക്സൈറ്റ്മെൻ്റ് ആണ്. ഇത്രയൊക്കെ ആൾക്കാർ നിൽക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പറയുന്നത് എന്താകുമോ എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, എന്നോട് ചോദിക്കൂ, ഞാൻ തന്നെ പറയാമെന്ന്. ഈ ഒരു പ്രൊമോഷൻ വീഡിയോസ് വന്നതിൻ്റെ പുറകെ തന്നെ എല്ലാ ആൾക്കാരും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിയും. കാരണം അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഈ ഒരു ഫീൽഡിൽ വന്നിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു കമൻറ്റുകളിലൂടെ എനിക്ക് പറയാനുള്ളത്, ഉളുപ്പ് വേണം ഇത്രയെങ്കിലും. കാരണം വെച്ചാൽ ഇത്രയും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു ഒട്ടും ലെവലില്ലാണ്ട് നാണമില്ലാണ്ട് ഇങ്ങനെയൊക്കെ പറയാനേ എന്ത് സുഖമാണ്, എന്ത് മനസ്സുഖമാണ് കിട്ടുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള പരനാറികൾ സോഷ്യൽ മീഡിയകളിൽ അഴിഞ്ഞാടുമ്പോൾ അവർക്ക് അർമോദിക്കാൻ വേണ്ടി എന്തിനാണ് തങ്ങളെന്തെങ്കിലും പറയുന്നതെന്ന് ഒരുപക്ഷെ അവർ ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ വിസ്മയയ്ക്ക് ആർജവമുണ്ട്. അനീതി കണ്ടു കഴിഞ്ഞാൽ അത് പറയാനുള്ള മനസ്സുണ്ട്. അതിനെ അഭിനന്ദിച്ച് മതിയാകും. ശ്രീമാൻ മേജർ രവി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്, മോഹൻലാലിൻ്റെ കുടുംബവും അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ട്. വിസ്മയ അദ്ദേഹത്തിന് കുഞ്ഞെന്ന്, ആ കുട്ടിക്ക് രാഷ്ട്രീയമൊന്നും അറിയില്ല, അതുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ അധിക്ഷേപിക്കേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ കുട്ടിക്ക് രാഷ്ട്രീയം അറിയാമെങ്കിലും അറിയില്ലെങ്കിലും ആരെയും നിങ്ങൾ അധിക്ഷേപിക്കാൻ പാടില്ല എന്ന് സ്വന്തം അണികളോട്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJPയിലെ അദ്ദേഹത്തിൻ്റെ സ്വന്തം സൈബർ ഗുണ്ടകളോട് പറയാനുള്ള ഒരു മനസ്സ് അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം മോഹൻലാലിൻ്റെ മകളാണ് വിസ്മയ എന്നതിൻ്റെ പേരിൽ വിസ്മയെക്കുറിച്ച് ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് ആ കുട്ടിക്ക് രാഷ്ട്രീയമൊന്നും അറിയാത്തത് കൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതാണ് എന്ന് പറയുകയും, എന്നാൽ സൈബർ ഇടങ്ങളിൽ വന്ന് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ തെറി വിളിക്കുന്ന ഏതൊരുത്തിനോടും അത് നല്ല സംസ്കാരമല്ല എന്ന് പറയാൻ എന്തുകൊണ്ട് മേജർ രവിക്ക് കഴിഞ്ഞില്ല? എന്തുകൊണ്ട് താങ്കളത് പറഞ്ഞില്ല? താങ്കളത് പറയേണ്ടതായിരുന്നു. നിങ്ങൾക്ക് ആരെയും വിമർശിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ എന്തിനാണ് നിങ്ങൾ അവഹേളിക്കുന്നത്, അതും ഒരു പെൺകുട്ടിയെ? അപ്പോൾ താങ്കളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെ നിലവാരം എങ്ങനെയുണ്ട് എന്നുള്ളത് താങ്കൾക്കൊരു പക്ഷേ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ അത് അംഗീകരിക്കാനോ അത് തിരുത്തണമെന്ന് അവരോട് പറയാനോ താങ്കളെ കൊണ്ട് കഴിയുന്നില്ല. ഇനി മേജർ രവി പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാമത്തേത്, വിസ്മയയ്ക്ക് രാഷ്ട്രീയ അവബോധമില്ല എന്നതാണ്. എനിക്ക് വിസ്മയെ നേരിട്ടറിഞ്ഞുകൂടാ. അദ്ദേഹം പറയുന്നത് വിസ്മയ പഠിച്ചതും വളർന്നതുമെല്ലാം വിയറ്റ്നാമിലായിരുന്നു, അതുകൊണ്ട് രാഷ്ട്രീയമൊന്നും അറിയില്ല ആ കുട്ടിക്ക് എന്നാണ്. പക്ഷെ ഞാൻ വിസ്മയെക്കുറിച്ച് നെറ്റിൽ തപ്പിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് വിസ്മയ പഠിച്ചത് ഊട്ടിയിലാണെന്നാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഊട്ടിയിലെ ഹെബ്രോൺ സ്കൂളിലായിരുന്നു. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി എടുത്തു എന്ന് പറയുന്നു. തുടർന്ന് ചില ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും ഒക്കെയായിട്ട് അമേരിക്കയിലും ലണ്ടനിലും പ്രാഗിലും തായ്ലാൻഡിലും ഒക്കെ പോയതായിട്ട് പറയുന്നു. പക്ഷേ ഒരിടത്ത് പോലും വിസ്മയ വിയറ്റ്നാമിൽ പോയതായിട്ട് ഞാൻ വായിച്ചില്ല. ഇനി അഥവാ പോയിട്ടുണ്ടെങ്കിൽ തന്നെ, വിസ്മയ കുറച്ച് വർഷം വിയറ്റ്നാമിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ലേ? അതും വിസ്മയെപ്പോലെയുള്ളൊരു പെൺകുട്ടിക്ക്. മോഹൻലാലിൻ്റെ മകൾ, അദ്ദേഹം ലോകമെങ്ങും സഞ്ചരിച്ചിട്ടുള്ള ആളാണ്.
അദ്ദേഹവുമായിട്ട് വിസ്മയ തീർച്ചയായിട്ടും സംസാരിക്കുമ്പോൾ പല കാര്യങ്ങളും അച്ഛനിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അച്ഛൻ്റെ സിനിമ കണ്ടാൽ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പല വഴികളിലൂടെ ആ കുട്ടിക്ക് രാഷ്ട്രീയം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് രവി പറഞ്ഞതിൻ്റെ പിന്നിലെ പൊരുൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ആ കുട്ടിക്ക് രാഷ്ട്രീയം അറിയില്ലെങ്കിൽ പോലും കുഴപ്പമൊന്നുമില്ല, രാഷ്ട്രീയം അറിയണ്ട. ആ കുട്ടിക്ക് ജനാധിപത്യം എന്താണെന്നറിയാം. ആ കുട്ടി ചോദിച്ചത് ഇതാണോ ജനാധിപത്യം എന്നാണ്. ഇത് ജനാധിപത്യമല്ല. ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളാണ് രാജാക്കന്മാർ. അവിടെ ജനങ്ങൾ അവരുടെ ആവശ്യം ഒരു ഗവൺമെൻറ്റിന് മുമ്പിൽ വെക്കുമ്പോൾ ആ ഗവൺമെൻറ് അത് സംയമനത്തോടെ കേട്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി നൽകണം, അവരെ വിശ്വാസത്തിലെടുക്കണം, അവരുടെ പ്രശ്നം പരിഹരിക്കണം. പകരം പോലീസുകാരെ വിട്ട് അവരെ തല്ലിക്കുക. പോലീസുകാർ മാത്രമല്ല, RSSൻ്റെ ഗുണ്ടകളും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടികളെ കൈകാര്യം ചെയ്തപ്പോൾ വിസ്മയ പറഞ്ഞത് പുള്ളിക്കാർ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. അക്കാര്യത്തിൽ യാതൊരു അപാകതയുമില്ല. അപ്പോൾ ആ കുട്ടിയെ അധിക്ഷേപിച്ചവരാണ് യഥാർത്ഥത്തിൽ പ്രതികൾ. അവരെ ന്യായീകരിക്കാനാണ് ശ്രീമാൻ രവി ശ്രമിച്ചത്. എന്നിട്ട് രവി പറഞ്ഞത് ഈ പറയുന്ന പേപ്പർ ലീക്കുകളും മറ്റുമൊക്കെ മോദി ഭരിക്കുന്ന സമയത്തല്ല, അതിന് മുമ്പും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ സമരം ചെയ്യുന്ന പല ആൾക്കാർക്ക് നീറ്റ് എന്നാൽ എന്താണെന്ന് പോലും അറിയില്ല. മേജർ രവിക്ക് അറിയാം നീറ്റ് എന്താണെന്ന്. നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ ഇന്ത്യയിൽ തുടങ്ങുന്ന ജാടായിട്ടുള്ളൊരു സ്വഭാവം നമ്മൾ കാണുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രണവാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂസിന് പോലും വരാറില്ല. മീഡിയക്കാർ എന്തെങ്കിലും ചോദിച്ചാൽ കൂട്ടുകാരെയാണ് ഫ്രണ്ടിൽ പറഞ്ഞു വിടുന്നത്, നിങ്ങൾ അതിന് മറുപടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് പ്രണവ് അങ്ങനെയാണ് പറഞ്ഞു വിടുന്നത്. ഇപ്പോഴും എന്നിട്ട് ആ ഒരു വിസ്മയ മോഹൻലാൽ എന്ത് ചോദിച്ചാലും മറുപടിയായിട്ട് ചിരിയാണ് കൊടുക്കുന്നത്. അതിനെ പോലും കുറ്റം പറയുന്ന കുറേ ഫേക്ക് ഐ ഡി അമ്മമാർ. ചിരിച്ചാൽ കുറ്റം, തല കുലുക്കിയാൽ കുറ്റം, തല കുലുക്കിയാൽ ആ ഒരു കുട്ടിക്ക് വട്ടാണ്, തല കുലുക്കിയില്ലെങ്കിൽ മിണ്ടാകുന്ന അവൾക്ക് ജാടയാണ്, സംസാരിച്ചാൽ കൂടുതൽ ഓവറായിട്ട് സംസാരിച്ചാൽ അതും ജാടയാണ്. അങ്ങനെ പറയുന്ന കുറേ ആൾക്കാർ ഒരു സൈഡിലും. ഇതിനൊക്കെ വേറെ ജോലിയില്ല, ഒരു പണിയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നും തന്നെ സ്വന്തമായിട്ടൊന്നും ചെയ്യുകയില്ല, എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതിൻ്റെ അടിയിൽ ഒറ്റങ്ങൾ പറയാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വന്നിരിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ഇട്ട് വരാം. അതിന് ടാറ്റ.